നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തട്ടിപ്പിന് തട്ടിക്കൂട്ടിയ രണ്ട് ഉഡായിപ്പ് കമ്പനികൾ എക്സാലോജിക്കും ലേക്കർ ഇന്ത്യ കോർപ്പറേഷനും പിണറായി വിജയന്റെ തലയിൽ ഉദിച്ച കമ്പനികളാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സംശയം. ഈ രണ്ട് കമ്പനികളെ കുറിച്ച് ചോദിച്ചിട്ടും വീണയ്ക്ക് മറുപടിയില്ല. അറിയില്ല, മറന്നുപോയി എന്ന സ്ഥിരം പറച്ചിൽ. വീണയുടെ പേരിലാണ് കമ്പനി എന്നേ ഉള്ളൂ. എന്നാൽ ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് മറ്റാരൊക്കെയോ ആണ്. മാസപ്പടി കേസിൽ SFIOയുടെ അന്വേഷണം മുറുകിയപ്പോൾ ബംഗളൂരുവിലെ എക്സാലോജിക് എന്ന കമ്പനിക്ക് വീണ പൂട്ടിട്ടു. ഇപ്പോൾ കേരളത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തമാക്കിയപ്പോൾ ലേക്കർ ഇന്ത്യ കോർപ്പറേഷനും പൂട്ടിക്കെട്ടി. ഈ രണ്ട് കമ്പനികളുടെയും ഇടപാടുകളിൽ അടിമുടി ദുരൂഹത. ഇതോടെ ഉയരുന്ന സംശയമാണ് ഈ രണ്ട് കമ്പനികളും പിണറായിയുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണോ എന്ന്. വീണയുടെ ബംഗളൂരുവിലെ എക്സാലോജിക് എന്ന കമ്പനി മറ്റു കമ്പനികളായിട്ടൊന്നും അധിക ഇടപാട് നടത്തിയിട്ടില്ല. കർത്തയുടെ CMRLുമായിട്ടാണ് വഴിവിട്ട ബന്ധം നടന്നിരിക്കുന്നത്. കരിമണൽ ഖനനത്തിന്റെ ഇടപാടുകൾ ഈ കമ്പനി മറയാക്കി. ഈ അന്വേഷണം മുറുകിയപ്പോഴാണ് ലേക്കർ ഇന്ത്യ എന്ന മറ്റൊരു കമ്പനിയുടെ വിവരവും കൂടി പുറത്തു വന്നത്. വീണ ടിക്ക് പങ്കാളിത്തമുള്ള ലേക്കർ ഇന്ത്യ കോർപ്പ് പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചത് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. അതായത് ലൈസൻസ് പോലും ഇല്ലാതെ അനധികൃതമായിട്ടാണ് കമ്പനി പ്രവർത്തിച്ചിരുന്നതെന്ന്. നടപടി രേഖകളിലെ പൊരുത്തക്കേടിനെ തുടർന്നാണ് ഒളവണ്ണ പഞ്ചായത്ത് ലൈസൻസിനുള്ള അപേക്ഷ മടക്കിയത്. കമ്പനി രേഖകളിൽ ഉടമകൾ ടി വീണയും ഡോക്ടർ അനീസ് കോടമ്പിയത്തും ആണെന്നിരിക്കെ വാടക കരാറിൽ അനീസിന്റെ പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. വീണയുടെ പേര് കൂടി വേണമെന്ന് അധികൃതർ ആവശ്യപ്പെടുകയായിരുന്നു. 3 വർഷം മുൻപാണ് കമ്പനി തുടങ്ങിയതെങ്കിലും ഈയിടെ മാത്രമാണ് ലൈസൻസിന് അപേക്ഷിച്ചത്. രേഖകൾ ക്രമപ്പെടുത്താനുള്ള നീക്കമെന്നായിരുന്നു സംശയം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ തന്നെയാണ് ലേക്കർ ഇന്ത്യ കോർപ്സ് തുടങ്ങിയത്. വാടക കെട്ടിടത്തിന്റെ മുകൾ നിലയിലെ ഒറ്റമുറിയിൽ തുടങ്ങിയ ഒരു കമ്പനി. സ്ഥാപനത്തിന്റെ പേരാകട്ടെ വെള്ളക്കടലാസിൽ എഴുതി ഒട്ടിച്ച നിലയിലായിരുന്നു. കമ്പനി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന കൂടുതൽ വിവരങ്ങൾ തട്ടിപ്പിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന തരത്തിലാണ്. കെട്ടിട ഉടമ മുഹമ്മദ് അലിയുടെ മൊഴി പ്രകാരം 3 വർഷം മുൻപാണ് ഡോക്ടർ അനീസിന്റെ പേരിൽ മുറി വാടകയ്ക്ക് നൽകിയത്. മെഡിക്കൽ ഉപകരണങ്ങൾ സൂക്ഷിക്കാനുള്ള മുറി എന്ന നിലയിലാണ് സ്ഥലം വാടകയ്ക്ക് നൽകിയതെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. വീണ വിജയനാണ് സ്ഥാപനത്തിന് പിന്നിലെന്ന് അറിയാമായിരുന്നെങ്കിൽ കെട്ടിടം വാടകയ്ക്ക് നൽകില്ലായിരുന്നു എന്നും ഇയാൾ പറയുന്നുണ്ട്. 2023 ലേക്കർ ഇന്ത്യ കോർപ്പ് ആരംഭിച്ചത്. പങ്കാളിത്ത സ്ഥാപനമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വീണയുടെ പേരിലാണ്. ഓഫീസ്, വെയർഹൌസ്, ഡിപ്പോ, റീറ്റെയിൽ, ഹോൾസെയിൽ ബിസിനസ്സുകൾ എന്നിവയാണ് സ്ഥാപനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ രേഖകളിൽ പറയുന്ന പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ സംവിധാനങ്ങളൊന്നും ഒറ്റമുറി സ്ഥാപനത്തിൽ പ്രകടമല്ല എന്നതും ശ്രദ്ധേയമാണ്. വീണയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ച രേഖകളിലൂടെയാണ് ലേക്കർ ഇന്ത്യ കോർപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇഡിക്ക് ലഭിച്ചത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വീണയുടെ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം ശക്തമാകുന്നതിനിടെയാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനവും സാമ്പത്തിക ഇടപാടുകളും സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നത്. ലേക്കർ ഇന്ത്യ കോർപ്പിന്റെ സാമ്പത്തിക ഇടപാടുകൾ, പ്രവർത്തനം, പങ്കാളിത്തം എന്നിവ അന്വേഷണത്തിന്റെ ഭാഗമായി ഇഡി പരിശോധിച്ചു വരികയാണ്. സ്ഥാപനത്തിന്റെ യഥാർത്ഥ പ്രവർത്തനവും സാമ്പത്തിക ഇടപാടുകളുടെ സ്വഭാവവും സംബന്ധിച്ച് കൂടുതൽ വ്യക്തത പരിശോധനയിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒരു സംരംഭം തുടങ്ങാൻ എല്ലാ പേപ്പറുകളും കൊണ്ട് ലൈസൻസിന് വേണ്ടി സർക്കാർ സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട്. അവരെ എല്ലാവരെയും ചുവപ്പ് നാടയിൽ കെട്ടിയിടുന്നിടത്താണ് മുഖ്യമന്ത്രിയായിരുന്ന പിണറായിയുടെ മകൾ ലൈസൻസ് പോലും ഇല്ലാതെ ഒരു സ്ഥാപനം നടത്തിയത്. ഇടപാടുകൾ നടത്തിയിരുന്ന ഈ കമ്പനി പിണറായി ഭരണകാലത്ത് സർക്കാരുമായി എന്തെങ്കിലും ഇടപാട് നടത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വീണ തുടങ്ങിവെച്ച എക്സാലോജിക്, ലേക്കർ ഇന്ത്യ എന്നീ രണ്ട് കമ്പനികളും വലിയ മെച്ചമൊന്നും ആയിരുന്നില്ല. എന്നിട്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തൊക്കെ ഈ കമ്പനി വീണ നടത്തിക്കൊണ്ടുപോയി. ഒടുക്കം കേസിൽ മൂക്കും കുത്തി വീണപ്പോഴാണ് രണ്ട് കമ്പനികൾക്കും ഷട്ടർ ഇട്ടിരിക്കുന്നത്. മാത്രമല്ല, ലേക്കർ ഇന്ത്യ എന്ന കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചുവെക്കുകയും ചെയ്തു. കമ്പനി തുടങ്ങിയ വീണയ്ക്ക് ഈ രണ്ട് കമ്പനികളുടെ പ്രവർത്തനത്തെക്കുറിച്ചും ഒന്നും അറിയില്ല. അപ്പോൾ ആരാണ് ഈ കമ്പനിയുടെ വളയം പിടിച്ചത് എന്നുള്ള ചോദ്യമാണ് ശക്തമാകുന്നത്. എൻഫോഴ്സ്മെന്റിന്റെ ഈ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കാൻ കഴിയാത്തിടത്തോളം ഇഡിയുടെ റഡാറിൽ തന്നെയായിരിക്കും വീണ വിജയൻ. ഇവിടെ കമ്മികൾ വന്ന് ഘോരം വാദിക്കുന്നുണ്ട്, വേട്ടയാടലാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ
കൊടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ED ചോദിക്കുന്ന തെളിവുകൾ, രേഖകൾ കൊടുക്കാൻ എന്തുകൊണ്ട് വീണ വിജയന് കഴിയുന്നില്ല? അവരുടെ പേരിൽ തുടങ്ങിയ 2 കമ്പനികളാണല്ലോ. ആ കമ്പനികളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലും പറയാൻ എന്തുകൊണ്ട് വീണയ്ക്ക് കഴിയുന്നില്ല? നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് കൈകൾ ഉയർത്തിപ്പിടിച്ചാണ് പിണറായി വിജയൻ അന്നൊരു ഡയലോഗ് അടിച്ചത്. ഈ കൈകൾ ശുദ്ധമായതുകൊണ്ടാണ് ശുദ്ധമെന്ന് പറയുന്നത് എന്നൊക്കെ. എങ്കിൽ അന്വേഷണത്തോട് സഹകരിക്കുകയല്ലേ ചെയ്യേണ്ടത്? അല്ലാതെ ആദ്യ പിടിച്ച് പാർട്ടിയെ കൂട്ടുപിടിക്കുന്നത് എന്തിനാണ്? കമലയുടെ പെൻഷൻ കാശിനാണ് വീണ ബംഗളൂരുവിൽ എക്സാലോജിക് എന്ന കമ്പനി തുടങ്ങിയത് എന്നായിരുന്നു പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത്. എന്നിട്ടും ആ കമ്പനിയിൽ ED കൈവച്ചപ്പോൾ മുതൽ പിണറായിക്ക് ഉറക്കമില്ല. അനധികൃതമായിട്ടൊന്നും നടന്നിട്ടില്ലെങ്കിൽ, സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്തിനാണ് ഇത്ര ആദ്യ പിടിക്കുന്നത്? ഈ 2 കമ്പനികൾ ഉണ്ടായിരുന്നിട്ടും വീണയ്ക്ക് അതിൽ നിന്ന് വലിയ ലാഭമൊന്നും കിട്ടിയിരുന്നില്ല. കമ്പനി പ്രവർത്തനങ്ങളിൽ നിന്ന് EDക്ക് കിട്ടിയ തെളിവാണത്. പക്ഷേ കോടികൾ വീണയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതിൻ്റെ സോഴ്സ് ചോദിക്കുമ്പോൾ വീണ കൈമലർത്തുന്നു. ഈ ലക്ഷങ്ങൾ റിയാസിലേക്കും സുഹൃത്തുക്കളിലേക്കും വീണയുടെ അക്കൗണ്ടിൽ നിന്ന് പോയി എന്നാണ് ED പറയുന്നത്. അതിൻ്റെ സോഴ്സ് ചോദിക്കുമ്പോഴും വീണ കൈമലർത്തുന്നു. ചോദ്യം ED ആവർത്തിക്കുമ്പോൾ ഉടനെ പിണറായി എന്നെ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞ് പാർട്ടിക്കാരെ വിളിച്ചു കൂട്ടുന്നു. വീണയെ ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണ് പാർട്ടിയെ വേട്ടയാടലാകുന്നത്? കോടിയേരി ബാലകൃഷ്ണന്റെ വിഷയം വന്നപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ പാർട്ടി പ്രതികരിച്ചത്. കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കെതിരെ വിവാദവും കേസും ഒക്കെ വന്ന സമയത്ത് പാർട്ടി എടുത്തിരുന്ന തീരുമാനം അവർ അതിനെ നേരിടട്ടെ എന്നായിരുന്നു. അന്ന് പദവി പോലും രാജിവെച്ച് കോടിയേരി മാറി നിൽക്കാനുള്ള ഒരു മാന്യതയെങ്കിലും കാണിച്ചു. പക്ഷെ പിണറായി വിജയൻ മകളുടെ കാര്യത്തിൽ പാർട്ടിയെ കൂട്ടുപിടിക്കുകയാണ്. കേസിൽ വീണയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് ഉടൻ അയക്കാനാണ് തീരുമാനം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിലെ പുതിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണയ്ക്കെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യാനും ED തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. ഈ 2 കമ്പനികൾ അതിപ്പോൾ ദുരൂഹമായി തന്നെ നിൽക്കുകയാണ്. അന്വേഷണം മുറുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തിനാണ് വീണ ബംഗളൂരുവിലെ ആ കമ്പനിക്ക് പൂട്ടിട്ടത്? അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. അവിടെ നിന്നെല്ലാം പെറുക്കി വാരി കൂട്ടിക്കൊണ്ട് ഓടുന്ന വീണയാണ് കണ്ടത്. എക്സാലോജിക്കിന് നേരെ അന്വേഷണം മുറുകിയപ്പോൾ കർണാടകയിലെ ഹൈക്കോടതിയിലേക്ക് ഓടുന്ന വീണയെയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവർ അന്വേഷണത്തെ ഭയക്കുന്നുണ്ട്. അന്വേഷണത്തെ ഭയക്കണമെങ്കിൽ കൈകൾ അത്ര ശുദ്ധമായിരിക്കില്ല എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ED റെയ്ഡിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് ഇപ്പോൾ CPM തീരുമാനിച്ചിരിക്കുന്നത്. കോഴിക്കോട് വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈകിട്ട് മുതലക്കുളത്ത് നടക്കുന്ന പൊതുയോഗം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളായ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം നിഖിൽ, DYFI പ്രാദേശിക നേതാവ് നന്ദുലാൽ എന്നിവരുടെ വീടുകളിലും സ്ഥാപനത്തിലുമാണ് ED റെയ്ഡ് നടത്തിയത്. EDയുടെ നീക്കത്തെ രാഷ്ട്രീയമായി നേരിടാനും അണികളോട് വിശദീകരിക്കാനുമാണ് CPMന്റെ തീരുമാനം. CMRL എക്സാലോജിക് ഇടപാടിനെ പിൻപറ്റി നടക്കുന്ന അന്വേഷണം ഹവാല ആരോപണം വരെ എത്തി നിൽക്കെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ രാഷ്ട്രീയ പ്രേരിത ഇടപെടലിനെ അടച്ചാക്ഷേപിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. പതിവില്ലാത്ത വിധം വാർത്താക്കുറിപ്പിറക്കിയ EDയുടെ നടപടി മുതൽ പിണറായി വിജയനായാൽ എന്തും ചെയ്യാമെന്ന തരത്തിൽ വരുന്ന വാർത്തകളിൽ വരെ കടുത്ത അതൃപ്തി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. കൈകൾ ശുദ്ധമെന്നും ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും പറഞ്ഞാണ് മകൾക്കെതിരായ അന്വേഷണത്തെയും തുടർ നീക്കങ്ങളെയും പിണറായി തള്ളിക്കളയുന്നത്. മാസപ്പടി ആരോപണത്തിൽ എന്ത് അന്വേഷണവും EDക്ക് നടത്താമെന്നായിരുന്നു പിണറായി വിജയൻ നേരത്തെയും പ്രതികരിച്ചിരുന്നത്. ആരോപണം ഹവാലയിലേക്ക് നീളുമ്പോഴാണ് അന്വേഷണ ഏജൻസിക്കെതിരെ പിണറായി വിജയന്റെ അതിശക്ത വിമർശനം. സ്ഥാപനത്തിനും വ്യക്തികൾക്കും എതിരായ ആരോപണങ്ങളുടെ അന്വേഷണം പരിധികൾ ലംഘിക്കുന്നു എന്ന നിലപാടാണ് പാർട്ടിക്കും. നേതാക്കളെയും അവരുമായി ബന്ധപ്പെട്ടവരെയും ലക്ഷ്യമിട്ട് നടക്കുന്ന പരിശോധനകൾ രാഷ്ട്രീയ പകപോക്കലാണെന്നും ഇതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും എന്നാണ് CPMന്റെ നിലപാട്. പാർട്ടി എന്തിനാണ് ഇതിന് കുട പിടിക്കുന്നത് എന്നുള്ള ചോദ്യം ഇപ്പോൾ പാർട്ടിക്കാരിൽ ഒരു വിഭാഗം തന്നെ ഉയർത്തുന്നുണ്ട്. വീണ വിജയനെതിരെയാണ് അന്വേഷണം നടക്കുന്നത്. വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതിൽ ചില സംശയം തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് റിയാസിലേക്കും സുഹൃത്തുക്കളിലേക്കും അന്വേഷണം പോകുന്നത്. അതായത് വീണയുടെ അക്കൗണ്ടിൽ നിന്ന് ഇവരിലേക്ക് പണം എത്തിയിട്ടുണ്ട്. അതിന്റെ സോഴ്സ് ആണ് ED അന്വേഷിക്കുന്നത്. അനധികൃതമായി സമ്പാദിച്ച പണമാണോ ഇവരിലേക്ക് പോകുന്നത് എന്നുള്ളത് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് റെയ്ഡും അവരെ വിളിച്ച് മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇതിനെന്തിനാണ് പാർട്ടിക്ക് ഇത്ര പൊള്ളൽ എന്നാണ് മനസ്സിലാകാത്തത്. എന്തായാലും പാർട്ടി ഇപ്പോൾ വല്ലാതെ അങ്ങ് വെറി പിടിച്ച് നിൽക്കുകയാണ്. പിണറായി വിജയന്റെ മകൾക്കെതിരെ അന്വേഷണം വരുമ്പോഴൊക്കെ പാർട്ടിയെ ഇറക്കി അതിനെ പ്രതിരോധിക്കാനാണ് പിണറായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഉയരുന്ന മറ്റൊരു സംശയം, അതായത് സാധാരണക്കാരായ മനുഷ്യർക്ക് എല്ലാവർക്കും ഉയരുന്ന ഒരു സംശയം, ED ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അത് വീണയ്ക്കെതിരെ അന്വേഷണം നടത്തുന്നത് കൊണ്ടല്ല, മറിച്ച്
കരിമണൽ കർത്തയുടെ ആ ഡയറിയിൽ മറ്റൊരുപാട് പേരുകളുണ്ട്. ആ പേരുകളിലേക്കൊന്നും അന്വേഷണം പോകാത്തത് എന്തുകൊണ്ടാണ്? അതായത് ഈ സർക്കാരിൽ ഇപ്പോൾ മന്ത്രിമാരായിരിക്കുന്ന ചിലരിലേക്ക് അന്വേഷണം പോകേണ്ടതുണ്ട്. കരിമണൽ കർത്തയിൽ നിന്ന് പലരും അനധികൃതമായി പണം കൈപ്പറ്റിയിട്ടുണ്ട്, അത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ. എന്നാൽ അവരിലേക്കൊന്നും അന്വേഷണം കൊണ്ടുപോകാതെ പിണറായി വിജയനിലും മകളിലും മാത്രം അന്വേഷണം ചുരുക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു സംശയം നമ്മൾക്ക് ഉദിക്കുന്നുണ്ട്. അവിടെയാണ് ED ഇതിൽ രാഷ്ട്രീയം കളിക്കുന്നുണ്ടോ, കേന്ദ്ര സർക്കാർ ഒരു രാഷ്ട്രീയ കളിയാണോ ഇവിടെ പുറത്തെടുക്കുന്നത് എന്നുള്ള സംശയം ഉയരുന്നത്. വീണ വിജയനെതിരെ നടക്കുന്ന അന്വേഷണം കൃത്യമായ രീതിയിൽ തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. കാരണം കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. വീണ ഇതുവരെ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു മറുപടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അവരെ വീണ്ടും ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കാനിരിക്കുന്നത്.